കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷു വിളക്കുത്സവത്തിന് ഈ മാസം 13-ന് തുടക്കമാകും. ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടിയുയർത്തുന്ന വട്ടപ്പന്തലാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. 111 തേക്കിൻ തൂണുകൾ, 6000-ലേറെ മെടഞ്ഞ ഓലകൾ, 1600-ലേറെ മുളകൾ, 100-ലേറെ വരുന്ന ആളുകളുടെ കഠിനശ്രമം. ആ ധനു 2-ന് തുടങ്ങിക്കഴിഞ്ഞാൽ ജനുവരി 26-ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരും ഭക്തജനങ്ങളും അടങ്ങുന്ന ഒരു പറ്റം ആൾക്കാരുടെ സേവനം ആണ് വട്ടപ്പന്തലിൻ്റെ ഈ തൂണ് നിവർക്കുന്നത്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ തൂണുകളും ഇവിടെ പൊന്തിയിരിക്കും ജനുവരി 26-ന്. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ പണി കൊടുക്കുന്നത്. ഏകദേശം 1,35,000 രൂപ കൂലി കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വട്ടപ്പന്തലിന്റെ പണി പൂർത്തീകരിച്ചത്. വിശാലമായ ക്ഷേത്രമുറ്റത്തെ വട്ടപ്പന്തലിന്റെ നിർമ്മാണം വിഷുവിളക്കുത്സവത്തിന് 4 മാസം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. അന്നു മുതൽ ദേശം മുഴുവൻ ഉത്സവ പ്രതീതിയിലാണ്. കല്യാണമാണ്, അമ്മയുടെ കല്യാണമാണ്. അമ്മ അങ്ങനെ ആ കല്യാണം കഴിഞ്ഞ് അങ്ങനെ നൃത്തം ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ കേട്ട കേൾവി അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പന്തലിടും. ആ രൂപത്തിൽ പന്തൽ വന്നതായിരിക്കാം. തെങ്ങിൽ നിന്ന് ഓല കൊത്തിയെടുത്ത് മെടഞ്ഞെടുക്കുന്നതും കെട്ടുകളാക്കി ക്ഷേത്രത്തിൽ എത്തിക്കുന്നതും ഒരു നാടിന്റെ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ്. നാട്ടുകാരുടെ ഒരു ദിവസത്തെ പ്രയത്നത്താലാണ് മുഴുവൻ തൂണുകളും നാട്ടുന്നത്. ഭാരതത്തിലെ പ്രാചീനമായ 4 അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രം വടഭൻ കോലത്തിരിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണെന്നാണ് പെരുമ. അപ്പോൾ ഈ വടഭൻ കോലത്തിരി നിർമ്മിച്ച ഈ ക്ഷേത്രം ജീർണാവസ്ഥ വന്ന സാഹചര്യത്തിൽ 135 വർഷങ്ങൾക്ക് മുമ്പേ ക്ഷേത്രം അന്നത്തെ കോലത്തിരി തമ്പുരാന്മാരുടെ മേൽനോട്ടത്തിൽ പുതുക്കി പണിയുകയുണ്ടായി. ആ പുതുക്കി പണിത ക്ഷേത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മഹാക്ഷേത്രം. ഒരു ദേശത്തിന്റെ അന്നദായിനിയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി. എല്ലാ ദിവസവും 2 നേരം ഇവിടെ അന്നദാനമുണ്ട്. ആളും ആനകളും ആരവും ഉയർത്തുന്ന ചെറുകുന്നിലെ വിഷുവിളക്കുത്സവം വൈവിധ്യമാർന്ന പരിപാടികളാൽ സമ്പന്നമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടകർ. ക്ഷേത്രത്തിന്റെ മഹിമ വട്ടപ്പന്തലിലൂടെ നാടൊട്ടും എത്തുമ്പോൾ അത് വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും ഗതകാലത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഈ വട്ടപ്പന്തൽ തന്നെ ഈ ഐക്യത്തിന്റെയും ഒരുമയുടെയും ദേശത്തിന്റെ കൂടിച്ചേരലിന്റെയും പ്രതീകമായാണ് വിവക്ഷിക്കുന്നത്. ചെറുകുന്നിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.